السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. തസ്ഹീഹുൽ ഫിഖ്ഹ് ഇസ്ലാമി എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ ഫിഖ്ഹി പഠന ക്ലാസ്സിൽ കിതാബു സ്വലാ നിസ്കാരം എന്ന ഭാഗത്ത് അൽ അദാനു വൽ ഇഖാമ ബാഗും ഇഖാമത്തും എന്ന ബാബാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1308 മസ്അലയാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ബാബുൽ അദാനി വൽ ഇഖാമ ബാഗും ഇഖാമത്തും എന്ന ബാബിൽ 11ാമത്തെ ഫസ്ൽ അൽ ഫസ്ൽ ഹാദി അഷർ 11ാമത്തെ ഉപാധ്യായമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി എടുത്തത്. അതിൽ 1306 1307 മസ്അലകൾ പഠിച്ചു. മുഅദ്ദിന് മുസ്ലിം ആയിരിക്കണം, ആഖിലായിരിക്കണം. ബാങ്ക് വിളിക്കുന്ന ആൾ മുസ്ലിം ആവണം, അതേപോലെ ബുദ്ധിയുള്ള ആളായിരിക്കണം. അപ്പോൾ ഒരു അമുസ്ലിമിൻ്റെ ബാങ്കായി ശരീഅത്തിൽ പരിഗണിക്കപ്പെടുകയില്ല. അതേപോലെ ഭ്രാന്തനായ ഒരാളുടെ ബാങ്കായി കണക്കാക്കപ്പെടുകയില്ല. അതുപോലെ അതിനോട് തുല്യപ്പെടുത്തി പറഞ്ഞ ഒന്നാണ് ലഹരി ബാധിച്ച ഒരാളുടെ ബാങ്കല്ല എന്ന് പണ്ഡിതന്മാരുടെ ഇജ്മാ ഉണ്ട്. പിന്നെ പറഞ്ഞ മറ്റൊന്ന് വകതിരിവായിട്ടില്ലാത്ത കുട്ടി, മുമയ്യസ് അല്ലാത്ത വകതിരിവില്ലാത്ത ഒരു കുട്ടി ബാങ്ക് വിളിച്ചാൽ ആ ബാങ്കും സ്വഹിയാവുകയില്ല എന്ന കാര്യത്തിൽ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പുരുഷന്മാർക്കുള്ള ബാങ്കാണെങ്കിൽ അത് പുരുഷൻ തന്നെയാണ് വിളിക്കേണ്ടത്. പൊതുവായ ബാങ്ക് സ്ത്രീകൾ വിളിച്ചാൽ പരിഗണനീയമല്ല എന്ന് പറഞ്ഞു. പിന്നെ അതിൽ കൂടെ പറഞ്ഞ ഒന്നായിരുന്നു മുഅദ്ദിൻ അമീനാവണം, വിശ്വസ്തനാവണം. കാരണം നോമ്പിൻ്റെയും നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ആ ബാങ്കിനെയാണ് അവലംബിക്കുന്നത് എന്നതുകൊണ്ട് വിശ്വസ്തനായ ഒരാളുടെ ബാങ്കാണ് അങ്ങനെ പരിഗണിക്കാൻ പറ്റുകയുള്ളൂ എന്നതിനാലാണ്. എന്നാൽ സുന്നത്താണ് അയാൾ പ്രായപൂർത്തിയായവനാവുക, സ്വതന്ത്രനാവുക എന്നത് സുന്നത്താണ്. പ്രായപൂർത്തിയായിട്ടില്ലാത്ത എന്ന വകതിരിവുള്ള കുട്ടി ബാങ്ക് വിളിച്ചാൽ ബാങ്ക് സ്വഹിയാവും. പക്ഷെ നല്ലത് പ്രായപൂർത്തിയായ ഒരു പക്വതയുള്ള ഒരാൾ ബാങ്ക് വിളിക്കലാണ് കുറച്ചും കൂടെ നല്ലത് എന്ന് മാത്രം. ഇത്രയും മസലകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇനി 1308 മസ്അല, വഇൻ അദ്ദന ഫാസിഖുൻ സ്വഹ അദാനുഹു. വഇൻ അദ്ദന ഫാസിഖുൻ, ഒരു ഫാസിഖായ മനുഷ്യൻ ബാങ്ക് വിളിച്ചാൽ, ഫാസിഖ് എന്ന വാക്കിന് നേരെ തെമ്മാടി എന്നാണ് നമ്മൾ സാധാരണ മലയാളത്തിൽ അർത്ഥം പറയാറുള്ളത്. അഥവാ തിന്മകൾ പരസ്യമായി ചെയ്യുന്ന, അതിലൊന്നും ഒരു ശ്രദ്ധയില്ലാത്ത ഒരു മനുഷ്യൻ, അത്തരം ഒരാൾ ബാങ്ക് വിളിച്ചാൽ സ്വഹ അദാനുഹു, അയാളുടെ ബാങ്ക് സ്വഹിയാവും. അയാളുടെ ബാങ്ക് കൊടുത്തോളം ബാങ്ക് സ്വഹിയാവില്ല എന്ന് വരികയില്ല. ലിഅദമി ദലീലി അലാ ഫസാദി അദാനിഹി, അയാളുടെ ബാങ്ക് ഫസാദാണ് എന്ന് പറയാൻ തെളിവില്ലാത്തതിനാൽ. എന്തുകൊണ്ട് സ്വഹിയാകും എന്ന് ചോദിച്ചാൽ, സ്വഹിയാകൂല എന്ന് പറയാൻ പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകം ഹദീസിൽ വരണം, ഫാസിഖ് ബാങ്ക് വിളിച്ചാൽ പരിഗണിക്കപ്പെടുകയില്ല എന്ന് വന്നാൽ അത് നമുക്ക് വെക്കാം. പക്ഷെ അങ്ങനെ തെളിവില്ലാത്തതിനാൽ ഫാസിഖ് ബാങ്ക് വിളിച്ചാലും ആ ബാങ്ക് സ്വഹിയാകും. എന്നാൽ അത് കറാഹത്താണോ അല്ലേ എന്നൊക്കെ ചർച്ചകൾ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട്. ഫാസിഖ് ബാങ്ക് വിളിക്ക് കറാഹത്താകുമോ ഇല്ലേ എന്ന ചർച്ചയിലൊക്കെ ഫിഖിൽ നമുക്ക്
കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരു ഫാസിഖ് ബാങ്ക് വിളിച്ചാൽ ആ ബാങ്ക് സ്വഹീഹാണ് എന്നാണ് മുസന്നിഫ് റഹിമഹുല്ലാ പറയുന്നത്. എന്നാൽ ലാകിൻ ലാ യജൂസുൽ ഇഅ്തിമാദു അലാ അദാനിഹി ഫി സ്വലാത്തി അവി സൗമി, നിസ്കാരത്തിൻ്റെ കാര്യത്തിലും നോമ്പിൻ്റെ കാര്യത്തിലും അയാളെ മാത്രം അവലംബിക്കുക എന്നത് ജായിസ് അല്ല. അയാളെ ബാങ്ക് ഇട്ടിട്ട് നോമ്പെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പറ്റില്ല. ഒന്നും കൂടെ ഒരു സൂക്ഷ്മത അപ്പം പാലിക്കൽ ആവശ്യമില്ല. അയാളെ ബാങ്ക് ഒരു പക്ഷേ ചിലപ്പോൾ 5 നേരത്തെ കൊടുത്തപ്പോൾ അയാൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അയാൾ പരസ്യമായിട്ട് എല്ലാ തിന്മയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് വേറെ ഒരു അർജൻറ് ഉണ്ട്, ഒരു 10 മുമ്പേ ബാങ്ക് കൊടുത്ത് അയാൾ പോയി, ഉണ്ടായിക്കൂടായില്ല. അയാൾക്കത് വലിയൊരു അമാനത്തായി തോന്നുകയില്ല. അതുകൊണ്ട് ഫാസിഖ് ബാങ്ക് വിളിച്ചാൽ ബാങ്ക് സ്വഹീഹാണെങ്കിലും നോമ്പിൻ്റെയും നിസ്കാരത്തിൻ്റെയും കാര്യത്തിൽ അയാളെ മാത്രം അവലംബിക്കുക എന്നത് അനുവദനീയമല്ല. അതാണ് വലാകിൻ, എന്നാൽ ലാ യജൂസുൽ ഇഅ്തിമാദു, ലാ യജൂസു ജായിസാവുക ഇല്ല അൽ ഇഅ്തിമാദു അലാ അദാനിഹി, അയാളുടെ ബാങ്കിനെ ഇഅ്തിമാദ് ചെയ്യുക, അവലംബിക്കൽ ജായിസല്ല ഫി സ്വലാത്തി അബി സൗമി, നിസ്കാരത്തിൻ്റെ കാര്യത്തിലും നോമ്പിൻ്റെ കാര്യത്തിലും അയാൾ അവലംബിക്കൽ അനുവദനീയമാവില്ല. ലിഖൗലിഹി തആല, അതെന്താ തെളിവ്? അയാളെ ബാങ്ക് അവലംബിക്കാൻ പറ്റൂല എന്ന് പറയാൻ തെളിവ് എന്താണ്? അല്ലാഹു തആല പറഞ്ഞ വചനമാണ് തെളിവ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ബാങ്കിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്തല്ല, എന്നാൽ മറ്റൊരു വിഷയത്തിൽ ഇറങ്ങിയതാണെങ്കിലും പൊതുവായി തെളിവായി സ്വീകരിക്കാം. ഖുർആനിൽ ഒരു ആയത്തിറങ്ങാൻ ഒരു സബബുൻ നുസൂൽ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, അവതരണ പശ്ചാത്തലം, ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ആയത്തിറങ്ങും. എന്നാലും ആ ആയത്തിൻ്റെ പദങ്ങൾ എന്തിനെല്ലാം അറിയിക്കുന്നുവോ അതിലേക്കെല്ലാം അത് ബാധകമാക്കാൻ പറ്റും. അല്ല ആ സംഭവത്തിലേക്ക് മാത്രമല്ല, അതിലേക്ക് മാത്രം എന്ന് പ്രത്യേകം തെളിവുണ്ടെങ്കിൽ ഒഴികെ. ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ആയത്തിറങ്ങി, അത് അതിലേക്ക് മാത്രമാണ് എന്ന് പ്രത്യേകമായൊരു തെളിവുമുണ്ടെങ്കിൽ അത് അതിലേക്ക് മാത്രം. അല്ലാത്തിടത്തോളം കാലം ആ സംഭവത്തിലേക്കും ബാധകമാണ്. സമാനമായി ആ ആയത്തെന്ന് മനസ്സിലാക്കാവുന്ന എന്തെല്ലാം ഉണ്ടോ അതിലേക്കെല്ലാം അത് ബാധകമാണ്. ഇവിടെ പ്രധാന വിഷയം, ഇവിടെ സകാത്തിൻ്റെ സ്വത്ത് പിരിക്കാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ഈ വചനം ഇറങ്ങുന്നത്. എന്നാൽ ഇതൊരു പൊതുവായ തത്വമാണ്. ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ, ഒരു ഫാസിഖായ മനുഷ്യൻ ഒരു വാർത്തയുമായി വന്നാൽ ഫതബയ്യനു, നിങ്ങളത് വ്യക്തമായി അന്വേഷിച്ച് ബോധ്യപ്പെടണം. അല്ലെങ്കിലോ അൻ തുസീബു ഖൗമൻ ബിജഹാല, അല്ലെങ്കിൽ അറിവില്ലായ്മയാൽ ഒരു പക്ഷേ ഇയാളുടെ വാക്കിൻ്റെ പേരിൽ ഒരു സമൂഹത്തിനെതിരെ നിങ്ങൾ വല്ല നടപടിയും സ്വീകരിച്ചേക്കാം. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, പിന്നീട് നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ ഖേദമുണ്ടാവുകയും ചെയ്തേക്കാം എന്നല്ല പറഞ്ഞു. ഒരു ഫാസിഖ് കൊണ്ടുവരുന്ന വാർത്തയെ അങ്ങനെ തന്നെ വിശ്വസിക്കാവതല്ല എന്ന് ഈ ആയത്ത് പഠിപ്പിച്ചു. ഫാസിഖ് കാര്യം പറഞ്ഞാൽ ഫതബയ്യനു, അതൊന്നും കൂടെ അന്വേഷിച്ച് നിങ്ങൾ ബോധ്യപ്പെടണം. അപ്പോൾ ആ ഫാസിഖ് ബാങ്ക് വിളിച്ചാലും അങ്ങനെ തന്നെയാണ്. ബാങ്ക് സ്വഹിയാകുമോ? സ്വഹിയാകും. ബാങ്ക് സ്വഹിയാകാൻ എന്തേ ആവശ്യമുള്ളൂ? മുസ്ലിം ആകണം, പ്രായപൂർത്തിയാവണം, അല്ലെങ്കിൽ തമയ്യുസ് വകതിരിവുണ്ടാകണം എന്നേ ഉള്ളൂ ബാങ്ക് സ്വഹിയാവാൻ. ആ നിലക്ക് ബാങ്ക് സ്വഹിയാകും. എന്നാൽ ആ ബാങ്കിനെ മാത്രം അവലംബിക്കുക എന്നത് ശരിയല്ല. അതൊന്നുകൂടെ ഉറപ്പ് സമയത്ത് തന്നെയാണോ കൊടുത്ത് നോക്കിയാൽ മതി. ആ ബാങ്ക് ടൈം നമുക്ക് അറിയാം, അയാൾ ബാങ്ക് കൊടുത്തപ്പോൾ ടൈം നോക്കി കറക്റ്റാണ്, ഓക്കെ, അത് മതി. അതൊന്നും ഒന്ന് ഉറപ്പ് വരുത്തേണ്ട ബാധ്യത ഉണ്ട്. ആ ബാങ്കിനെ മാത്രം അവലംബിച്ചുകൂടാ. വയസിഹു അദാനു മസ്തൂരിൽ ഹാൽ. ഇനി മസ്തൂറുൽ ഹാൽ, മസ്തൂറുൽ ഹാൽ എന്ന് പറഞ്ഞാൽ അയാൾ ഫാസിഖാണോ അല്ലേ എന്ന് നമുക്ക് അറിയില്ല. ഓരോ പള്ളിക്കും അതിന് അയാളുടെ വിശ്വാസം എന്താ, അയാളുടെ രീതി എന്താ, അയാളുടെ സംസ്കാരം എന്താ നമുക്കറിയില്ലല്ലോ. നമ്മൾ ബാങ്ക് ഇങ്ങനെ കേൾക്കുന്നു. അതാണ് മസ്തൂറുൽ ഹാൽ. ഒരാളുടെ അവസ്ഥ മറച്ചു വെക്കപ്പെട്ടതാണ്, മസ്തൂറാണ്, നമുക്കറിയില്ല. അങ്ങനത്തെ ഒരാളും സ്വഹിയാകും. വഹാദാ മുജ്മഉൻ അലൈഹി, അതിൽ ഇജ്മാ ഉണ്ട്. ലിഅന്നൽ അസ്ല ഫിൽ മുസ്ലിമീന അസ്സലാമ, കാരണം മുസ്ലിമീങ്ങളുടെ വിഷയത്തിൽ അസ്ല് സലാമത്തുൽ ഹാലാണ്. ഒരു മുസ്ലിമാണ് എന്ന് വന്നാൽ അസ്ല് അയാൾ ഫാസിഖാണെന്നാണോ? അല്ല, അസ്ല് അയാൾ വിശ്വസ്തനാണ്. മുസ്ലിമീങ്ങളൊക്കെ വിശ്വസ്തരാണ്, നീതിമാന്മാരാണ്, അതാണ് അടിസ്ഥാനം. ഇനി അയാളിൽ നിന്നൊരു ഫിസ്ക് ബോധ്യപ്പെടുമ്പോഴാണ് അയാളെ കാര്യത്തിൽ തീരുമാനിക്കേണ്ടി വരിക. അതുകൊണ്ട് അസ്ല് തത്വപ്രകാരം മുസ്ലിമായ എല്ലാ മനുഷ്യന്മാരും നമുക്ക് വിശ്വസിക്കാം.
അവന് മുസ്ലിം ബാങ്ക് കൊടുത്താൽ സ്വീകരിക്കാം. അല്ല ഫാസിഖാണെന്ന് ബോധ്യപ്പെട്ടാൽ ഓക്കെ, അപ്പം നമ്മൾ പറയും ആ പള്ളിക്ക് വാങ്ങി നോക്കണ്ട, മറ്റെന്നാളെ വാങ്ങി കൊടുക്കണേ, ഓന് പത്രമല്ലേ ഉള്ളൂ എന്ന് ആളുകൾ പറയും. അങ്ങനെ അറിയപ്പെട്ട ഒരാളാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഓരോ പള്ളിക്ക് പോയിട്ട് ഇവിടെ മോദിൻ്റെ ഒരു പിന്നെ മൊത്തം ഒരു ബയോഡാറ്റ തരി അതിനെപ്പറ്റി അന്വേഷിക്കട്ടെ എന്ന് പറയേണ്ട ബാധ്യത നമുക്കുണ്ടോ? ഇല്ല. അയാൾ നാട്ടിൽ പോയി അന്വേഷിച്ച് അഡ്രസ്സ് ചോദിച്ച് അവിടെ പോയി അയാളുടെ പൈസ വാങ്ങലുണ്ടോ, അയാൾ തമ്മാടിത്തം ചെയ്യലുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് വേണ്ട ഒരാളുടെ ബാങ്ക് നമുക്ക് അവലംബിക്കാൻ. അപ്പം മസ്തൂറുൽ ഹാൽ എന്താണ് എന്നറിയാത്ത ആൾ അയാളുടെ ബാങ്കും സ്വീകാര്യമാണ്. അതിൽ തെളിവെന്താണ്? അസ്ല് സലാമത്താണ് എന്നാണ്. അതാണ് തെളിവ്. അസ്ല് സലാമത്തുൽ ഹാൽ, മുസ്ലിമാണോ അയാളെ ഹാല് സലീമാണ് എന്നതാണ് അസ്ല്. അതാണ് അതിനുള്ള തെളിവ്. ഇനി 1309 മസ്അല, യുസ്തഹബു അൻ യകൂനൽ മുഅദ്ദിനു ജുഹൂരിയ സൗതി, ബാങ്ക് വിളിക്കുന്ന ആൾ വലിയ ശബ്ദമുള്ള ആളാവുക. അത് സുന്നത്താണ്. ശബ്ദം കുറഞ്ഞ ആളുണ്ട്, ശബ്ദം കൂടിയ ആളുണ്ട്. ആരാ ബാങ്ക് കൊടുക്കാൻ നല്ലത് വെച്ചാൽ ശബ്ദം കൂടിയ ആൾ. അപ്പം ഇന്നിപ്പോൾ മൈക്കൊക്കെ ഉണ്ട്. ആ മൈക്കില്ലാത്ത കാലത്തും ആണല്ലോ ഈ പിന്നെ നിയമമൊക്കെ വരുന്നത്. എന്നാലും ശബ്ദമുള്ള ആൾ ബാങ്ക് വിളിക്കാം എന്നത് മുസ്തഹബാണ്, സുന്നത്താണ്. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തെളിവെന്താണ്? നബി തങ്ങളുടെ വാക്ക്. അബ്ദുല്ലാഹി ബിൻ സൈദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ സൈദിനോട് നബി തങ്ങൾ പറഞ്ഞു. ആരാ അബ്ദുല്ലാഹി ബിൻ സൈദ്? പറഞ്ഞു പോയ ഹദീസ്. ബാങ്ക് സ്വപ്നം കണ്ട സ്വഹാബി, സ്വപ്നം കണ്ടു. അങ്ങനെ രാവിലെ നബിയടുത്ത് ഓടി വന്നു, നബിയോടൊന്ന് ചോദിച്ചു. നബി പറഞ്ഞെടുത്ത് നബി അങ്ങനെ സ്വപ്നം കണ്ടു. അപ്പം നബി തങ്ങൾ പറഞ്ഞു. എന്ത് പറഞ്ഞു? അൽഖി അലാ ബിലാൽ, നീ ഈ പദങ്ങൾ ബിലാലിനൊന്ന് പറഞ്ഞു കൊടുക്ക്. എങ്ങനെ? അല്ല, ആ സൈദല്ല, അത് പറ. സൈദ് ബിൻ സാബിത്ത് അതല്ല. അപ്പൊ നീ ബിലാലിന് പറഞ്ഞു കൊടുക്കുക. കാരണം എന്താ? ഫഇന്നഹു അന്താ സൗതം മിൻക, ബിലാൽ നിന്നേക്കാൾ വലിയ ശബ്ദമുള്ളവനാകുന്നു എന്ന് നബിയോട് പറഞ്ഞത്. നീ സ്വപ്നത്തിൽ കണ്ട ഈ വചനങ്ങൾ ബിലാലിന് പറഞ്ഞു കൊടുക്കുക. കാരണം ബിലാൽ നിന്നേക്കാൾ ശബ്ദമുള്ളവനാണ്. അപ്പൊ അതിനെന്ത് മനസ്സിലായി? ശബ്ദമുള്ള ആളാണ് ബാങ്ക് കൊടുക്കാൻ നല്ലത്. കാരണം ബാങ്ക് അറിയിപ്പാണല്ലോ. അതുകൊണ്ട് പരമാവധി ദൂരേക്ക് എത്തണം, പരമാവധി ആളുകൾ കേൾക്കണം. അത് ഏറ്റവും നല്ലത് ശബ്ദമുള്ള ആൾ ബാങ്ക് കൊടുക്കലാണ്. അപ്പൊ ഈ ഹദീസ് ഇല്ലെങ്കിൽ പോലും അസ്ല് പ്രകാരം അങ്ങനെ തന്നെയാണ്. അതിൽ പറഞ്ഞ ഹദീസ് ഉണ്ടാവുകയും ചെയ്തു. നബി തങ്ങൾ പറഞ്ഞു, നീ ബിലാലിനെ പറഞ്ഞെടുത്തോ, ബിലാൽ നിന്നേക്കാൾ ശബ്ദമുള്ളവനാകുന്നു. ഇനി 1310 മസ്അല, യംബഗി അൻ യകുനൽ മുഅദ്ദിനു ആലിമൻ ബിൽ ഔഖാത്ത്, ബാങ്ക് വിളിക്കുന്ന ആൾ സമയത്തെക്കുറിച്ച് നന്നായി അറിയുന്ന ആളായിരിക്കണം. ഇന്നിപ്പോൾ വലിയ പ്രസക്തിയില്ല. സമയമാകുമ്പോൾ ഇവിടെ പിന്നെ അലാറം മുഴങ്ങും, ശബ്ദം ഉണ്ടാക്കും, അപ്പോൾ ബാങ്ക് കൊടുത്താൽ മതി. എന്നാലും അത് നോക്കാൻ അറിയണം. ഒരാൾക്ക് അതൊന്നും അറിയില്ല, ഒരതിൻ്റെ യാതൊന്നുമില്ല. ഈ ക്ലോക്ക് തെറ്റിയാലും കുടുങ്ങിയില്ലേ. അതിപ്പോൾ ബാറ്ററി കഴിഞ്ഞു, അല്ലെങ്കിൽ കറണ്ട് പോയി, അതിനുശേഷം പിറകോട്ടായി, ഓനിപ്പോൾ ഒന്നും അറിയില്ല. ഓനെ ഒച്ചപ്പായിട്ടല്ല അങ്ങനെ ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ അതും പ്രശ്നമാണല്ലോ. അപ്പോൾ ഒന്ന് ഉറപ്പെടുത്താൻ സമയമായിട്ടുണ്ടോ, ആ ക്ലോക്ക് ശരി തന്നെയാണോ, ആ മണിക്കൂർ തന്നെയാണ്. ഒരു കലണ്ടറിൽ പോയി നോക്കി, ഒരു ക്ലോക്ക് നോക്കി, ഓക്കെ മാച്ചാ, ഓക്കെ ശരിയാണ്, കറക്റ്റ് ആകുന്നുണ്ട്. അത് നോക്കാൻ പറ്റുന്നൊരു ആളാവണം. ഈ സംവിധാനം ഇല്ലാത്ത സമയത്താണെങ്കിലോ ബാങ്കിൻ്റെ സമയം അറിയാൻ അയാൾക്ക് പറ്റണം. എങ്ങനെ ബാങ്ക് കൊടുക്കാൻ സമയമായി എന്ന് അറിയാം. അപ്പം അതിന് ഇസ്ലാം നിശ്ചയിച്ച് വ്യത്യസ്തമായ രീതികളുണ്ടല്ലോ. അതൊക്കെ അറിയുന്ന ആളായിരിക്കണം. ആലിമൻ ബിൽ ഔഖാത്ത്, സമയങ്ങളെക്കുറിച്ച് അറിവുള്ളവനാവണം. ഫയകൂനു ദാ മഅരിഫത്തിൻ താമ്മത്തിൻ ബിൽ അലാമാത്തി ശർഇയ്യ അല്ലതി വദഅഹ അശ്ശാരിഉ അലാമത്തൻ അലാ ബിദായത്തി വഖ്തി കുല്ലി സ്വലാത്തിൻ വനിഹായത്തിഹി. അഥവാ ഫയകൂനു, അയാൾ ആയിരിക്കണം, ഫയകൂന ദാ മഅരിഫത്തിൻ താമ്മ, പരിപൂർണമായ അറിവുള്ളവനായിരിക്കണം. ബിൽ അലാമാത്തി ശർഇയ്യ, ശർഇയ്യായ അടയാളങ്ങളെക്കുറിച്ച് അറിയണം. ഏതടയാളങ്ങൾ? അല്ലത്തി വദഅഹ അശ്ശാരിഉ, ശാരിഉ നിശ്ചയിച്ച, ശാരി ആരാ? അല്ലാഹ്, അല്ലാഹു നിശ്ചയിച്ച അടയാളങ്ങൾ. എന്തിന്? അലാമത്തൻ, അടയാളമായി നിശ്ചയിച്ചത്. അലാ ബിദായത്തി വഖ്തി കുല്ലി സ്വലാ, എല്ലാ നിസ്കാരത്തിലെയും സമയം തുടങ്ങുന്നത് എപ്പോൾ അത് അല്ലാഹു നിശ്ചയിച്ച അടയാളമുണ്ട്. സൂര്യ ഉദിക്കുമ്പോൾ, സൂര്യ അസ്തമിക്കുമ്പോൾ, നൈരുത്രയാകുമ്പോൾ എന്നൊക്കെയാണ് അലാമത്തുകൾ. അതറിയണം. വനിഹായത്തിഹി, അതേപോലെ സമയം അവസാനിക്കലും.
ഒന്നിന് സമയം അവസാനിക്കുമ്പോഴാണ് മറ്റാരംഭിക്കൽ. അപ്പോൾ ഓരോ നിസ്കാരത്തിൻ്റെയും സമയ ആരംഭം, സമയ അവസാനം, ഇതിനൊക്കെ അള്ളാഹു നിശ്ചയിച്ച അടയാളങ്ങൾ അറിയുന്നവരായിരിക്കും. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ അടിക്കണക്ക് നോക്കിയിരുന്നല്ലോ. അടിക്കണക്ക് നോക്കിയിട്ടാണ് ബാങ്ക് കൊടുക്കൽ. ളുഹറും അസ്റും ഒക്കെ ഇത്ര അടിയായി കഴിഞ്ഞാൽ സമയമായി എന്നായിരുന്നു. അത് ഉമർക്കാദിണ്ടാക്കിയ അടിക്കണക്ക് ബെയ്ത്തുണ്ടായി. നമ്മളെ മൗലൂദ് കിതാബിലേക്ക് കാണാം. മൗലൂദ് കിതാബിലൊക്കെ ഉണ്ട്. അതൊരു അന്നത്തെ കാലത്ത് അവലംബിക്കാവുന്ന ഒരു വഴി അതാണ്. അടിക്കണക്ക് ഫിയടവ മീനം കർക്കിടത്തിൽ താസയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ മാസത്തിന് എപ്പോഴാണ് ഇത് ബാങ്ക് വിളിക്കാനാവുക എന്ന് പഠിപ്പിക്കുന്നൊരു അടിക്കണക്ക് ബെയ്ത്ത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിച്ച് പോന്നിരുന്നു. അതിൻ്റെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം പ്രത്യേകം പറഞ്ഞിരുന്നു, ഇത് പിന്നെ കണ്ണൂർ മുതൽ കൊച്ചി വരെയുള്ളവർക്കാണ് എന്താ പറഞ്ഞത്. കണ്ണൂർ മുതൽ കൊച്ചി വരെ ഉള്ള ആളുകൾക്ക് അവലംബിക്കാവുന്നതാണ്. കാരണം അന്ന് ഇന്നത്തെ പോലെ കേരളം ഒന്നാകെ കണക്കൂട്ടി കൊടുക്കാനെന്നുള്ള ഒരു സംവിധാനമില്ല. അപ്പം അദ്ദേഹം ഇടപഴകുന്ന ഈ ഒരു പ്രദേശം എന്ന നിലക്കായിരിക്കണം അദ്ദേഹം അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പം അതൊക്കെ അത് മിക്കവാറും ഈ പള്ളിക്ക് ബാങ്ക് വിളിക്കുന്ന ആളുകളൊക്കെ അത് പ്രത്യേകം കാണാൻ പണം പിടിക്കുകയും അത് നോക്കി വെക്കുകയും അങ്ങനെ ഒരു നാട്ടക്കുറ്റി അവിടെ നാട്ടി വെച്ചുകൊണ്ട് നൈഡ് നോക്കി അത് പ്രകാരമൊക്കെയാണത്രേ അന്നവർ ബാങ്ക് വിളിച്ചിരുന്നത്. നമുക്കത് ഇതിൽ കിട്ടും. നമുക്കതിൻ്റെ പിന്നെ കവിതകളൊക്കെ തപ്പമ്പായിലുണ്ട്. പിന്നെ നെറ്റടിച്ചാലും കിട്ടും. അടിക്കണക്ക് വെയ്ത്ത് അടിച്ചാൽ ആ വെയ്ത്ത് അവിടെ കിട്ടും. മൗലൂദ് കിതാബിലൊക്കെ അതുണ്ട്. കാരണം അന്നത്തെ കാലത്ത് ഒരു എല്ലാ പള്ളിക്കും ഈ കിതാബ് ഉണ്ടാകും. അപ്പോൾ ആ നിലക്ക് അത് നോക്കാൻ പറ്റുന്നൊരു ഒരു എളുപ്പമാർഗം എന്ന നിലക്ക് അടിക്കണക്ക് വെയ്ത്ത് തന്നിട്ട് അതിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉമർഖാദി വെച്ചാണ്. ഉമർഖാദി ഫിഖിൽ വലിയ അഗ്രഗണ്യനായിരുന്നു, നല്ല കഴിവുള്ള മനുഷ്യനായിരുന്നു ആ രംഗത്തൊക്കെ. അപ്പോൾ അദ്ദേഹം അന്നത്തെ മുസ്ലിമീങ്ങൾക്ക് പെട്ടെന്ന് ഈ ബാങ്കിന് സമയം അറിയാൻ വേണ്ടി അദ്ദേഹം ഉണ്ടാക്കി വെച്ച ഒന്നായിരുന്നു അടിക്കണക്ക് ബെയ്ത്ത്. ഉമർഖാദി മമ്പടങ്ങളുടെ കാലത്ത് ഏതാണ്ട് ഒരു 150 കൊല്ലായി ഏകദേശം. അതൊന്നും പറയാൻ പറ്റില്ല. കിതാബിൽ പഠിക്കുക. അതൊരു നിമിഷ കവിയായിരുന്നു. ഏത് വിഷയത്തിൽ അപ്പക്കപ്പടെ കവിത ഉണ്ടാക്കാൻ കഴിയുന്ന അറബിയിലും അറബി മലയാളത്തിലൊക്കെ അദ്ദേഹം ഒരുപാട് കവിതകൾ ആ നിലക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ രചനകൾ നടത്തിയ ആളാണ്. പൊതുവെ ഒരു നല്ല മനുഷ്യനായി അറിയപ്പെട്ട ആളാണ് അദ്ദേഹം. അല്ലാഹു അഅലം. പിന്നെ അപ്പം ഈ ഷാരി നിശ്ചയിച്ച അടയാളങ്ങൾ ഏതൊക്കെയാണ്? ആ അടയാളങ്ങൾ അറിയുന്ന ആളായിരിക്കണം മുഅദ്ദിന്. അതാണ് പറഞ്ഞത് അള്ളാഹു നിശ്ചയിച്ച സമയത്ത് ഫജ്രി സൂര്യോദയം പോലെ, വസവാലി ശംസി സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റല് പോലെ, വകൗനി ലില്ലി ശൈഇ മിസ്ലഹു ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളമാകുന്നത് വരെ. ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ച ചില അടയാളങ്ങളാണ്. ളുഹറിന്റെ സമയം സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയാൽ ളുഹറിന്റെ സമയമായി. അവ എപ്പോഴാണ് തെറ്റുക? അതേപോലെ ഒരു വസ്തുവിൻ്റെ നിഴൽ അതിൻ്റെ അതേ വലിപ്പമാവുക, അതാണ് അസറിൻ്റെ സമയം. അത് ളുഹറിൻ്റെ അവസാന സമയം. അവിടെ മുതൽ പിന്നെ അസറായി. ഇങ്ങനെ ഓരോന്നിനും അള്ളാഹു നിശ്ചയിച്ച ആ അലാമത്തുകൾ അടയാളങ്ങൾ അറിയുന്ന ആളായിരിക്കണം. വസ്ഫിറാറിശംസി സൂര്യൻ മഞ്ഞ നിറമാവുക, വഗുറൂബി ശഫഖി ഷഫഖ് അസ്തമിക്കുക, അസ്തമയ ശോഭ അത് മായുക, ഇഷായിൻ്റെ സമയം, വനഹ്ബിദാലിക് അതുപോലുള്ളതും. അതൊക്കെ ഓരോ നാട്ടിലും വ്യത്യാസമായിരിക്കും. ഓരോ നാട്ടിലും വ്യത്യാസം. ഇപ്പോൾ സൂര്യാസ്തമയം എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ സമയമാവില്ല സൂര്യാസ്തമയത്ത്. ഇപ്പം കടൽ പ്രദേശങ്ങൾ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ആളുകൾ അവരെ സൂര്യാസ്തമയം കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടൊക്കെ എത്തുള്ളൂ. കലണ്ടർ ഇപ്പോൾ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് കോഴിക്കോട് ടൈമാണ്. കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ കൊച്ചിയാണ് കൊടുക്കുന്നത്. നിലമ്പൂർക്ക് പോയാൽ സമയം വ്യത്യാസം ഉണ്ടാവും, വയനാട്ടിലേക്ക് പോയാൽ സമയം വ്യത്യാസം ഉണ്ടാവും, മിനി ഊട്ടി കയറിയ സമയം വ്യത്യാസം ഉണ്ടാവും. അതൊക്കെ നിങ്ങളിപ്പോൾ നമ്മൾ ഈ കറക്റ്റ് ഫോണിലൊക്കെ കറക്റ്റ് ടൈം അറിയാൻ സംവിധാനം ഉണ്ടാകുമ്പോൾ നോക്കിയാൽ നമ്മളെ താഴത്തുള്ള ടൈമും മിനി ഊട്ടി ടൈമും വ്യത്യാസമുണ്ട്. മഗ്‌രിബിനൊക്കെ ചെറിയ ഒരു 1 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ, 1/2 മിനിറ്റ് 1 മിനിറ്റൊക്കെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലെല്ലാം കൂടി നമുക്കൊരിക്കലും കലണ്ടർ അടിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ആകെ ഒരു ഏതാണ്ട് വരുന്ന 4 ഭാഗങ്ങൾ എടുത്തുള്ളൂ. അത് 4ഉം ഏതാണ്ട് ഒരേ ദിശയാണ്. അതതിൻ്റെ ഒരു കുറവാണത്. പിന്നെ കണ്ണൂർ എടുത്തു, അല്ലെങ്കിൽ അതേപോലെ കോഴിക്കോട് എടുത്തു, പിന്നെ കൊച്ചി, തിരുവനന്തപുരം 4ഉം ഒരേ ഒക്കെ പടിഞ്ഞാറൻ ഭാഗങ്ങളാണ്. കിഴക്കൻ ഭാഗത്തേക്ക് എത്തുമ്പോൾ അതിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഹറമിൽ കാണാം, ഹറമിൽ പള്ളിക്ക് ഭാഗം കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ ക്ലോക്ക് ടവറിൻ്റെ മേലുള്ള നോമ്പർക്കൽ. അവിടെ ടൈം വ്യത്യാസം എന്താ പറയുക? ക്ലോക്ക് ടവറിൻ്റെ മേലെ താമസിക്കുന്ന ആൾക്ക് ഈ ടൈം പറ്റൂല. സൂര്യ അസ്തമിച്ചാൽ ഓരോ മുകളിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ട് അസ്തമിക്കുള്ളൂ. അതാണ് ബുർജ് ഖലീഫയിൽ ഓരോ ഫ്ലോറും ഓരോ ടൈമാണെന്നാണ്. ബുർജ് ഖലീഫ എല്ലാ ഫ്ലോറിലും നിസ്കാര സമയം ഒന്നല്ല,
സമയം പോരാണ്. അപ്പം ഹറമയുടെ ബാങ്ക് കൊടുക്കും, ആൾക്കാർ നോമ്പെടുക്കും. അവൻ മുകളിൽ നിന്ന് കാണുന്നുണ്ട്, പക്ഷെ നോമ്പെടുക്കാൻ പറ്റില്ല, അവിടെ സമയം ദേശം കൂടി കഴിഞ്ഞിട്ടാവുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വരും. അവിടെ പിടിക്കലോടെ അവിടെ പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്നുണ്ട് സമയമായിട്ടില്ല എന്നുള്ളത്. എന്തായാലും ഇപ്പം നമ്മൾ അവിടെ മാസം കണ്ടാൽ ഇവിടെ പെരുന്നാൾ കഴിക്കാറുണ്ട്. ഹറമിൽ അവിടെ ബാങ്ക് കൊടുത്തിട്ട് നേരെ വേറെ പുസ്തകങ്ങൾ സ്കെച്ചാൻ സമയമായിട്ടില്ല എന്ന് പറയുമ്പോഴാണ് അവിടെ മാസം കണ്ട ഇവിടെ നോമ്പെടുക്കാത്ത ചില മനുഷ്യന്മാർ പറയണത്. ആവട്ടെ. അപ്പം ഇങ്ങനെയുള്ള അടയാളങ്ങൾ, അള്ളാഹു റസൂൽ നിശ്ചയിച്ച അടയാളങ്ങളെ അറിയുന്നവനാകണം. ഈ സംവിധാനമൊക്കെ ഇല്ലാതാവാലോ. കരണ്ടാണ് പോയി, 2 ദിവസം കരണ്ടുണ്ടായില്ല, ഒക്കെ സ്റ്റക്കാവും. പിന്നെ നമ്മളെ ഈ ക്ലോക്കൊന്നും വർക്ക് ചെയ്യൂല. അങ്ങനെ ആയിക്കഴിഞ്ഞാലും വേണ്ട ബാങ്ക് വിളിക്കുക. അപ്പം ഇങ്ങനത്തെ സംഗതികൾ അറിയുന്ന ആളായിരിക്കണം ഔദ്യോഗികമായി ഏൽപ്പിക്കുന്നതിന് അതിന്. അപ്പം അതൊന്നുമില്ല. ഒരു ബംഗാളി വരുവാൻ പിടിച്ച് നിർത്തും, ഓരോ അറിയോ നമുക്ക് നോക്കിയില്ല, എവിടെ ചോദിക്കുന്നില്ല, നമുക്ക് ഒരാൾ കിട്ടിയാൽ മതി, കലന്തപ്പം കാട്ടുക. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇഷ്ടംപോലെ ഉണ്ടല്ലോ, ധാരാളമുണ്ട്. മലയാളത്തിൽ എത്ര പുസ്തകങ്ങൾ ഈ വിഷയത്തിൽ. ഇപ്പം MCC മൗലവിമാർ ഇതിന് വലിയ അഗ്രഹണ്ഡന്മാരായിരുന്നു. അന്ന് ബാങ്കിൻ്റെ വിഷയത്തിൽ, കവിയുടെ വിഷയത്തിലൊക്കെ അവരെഴുതിയ പുസ്തകങ്ങൾ എത്രയാണ് മലയാളത്തിൽ. കവില നിർണയം, ദിഗംസ നിർണയം എന്ന പേരിൽ MCC എഴുതിയ ബുക്കുണ്ട്. ദിഗംസ നിർണയം, ദിഗംസാണ് കബില. അപ്പോൾ ഓരോ പ്രദേശത്തും എങ്ങനെയാണ് കബില നോക്കുക എന്നതിന് എല്ലാ മാപ്പും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുത്ത് അതിൻ്റെ കൃത്യമായ കോണും മറ്റുമൊക്കെ കൊടുത്തിട്ട് എങ്ങനെയാണ് ഒരു നാട്ടിലെ കബില കണക്കൂട്ടി നോക്കുക. ഒരു ഉപകാരമില്ലാതെ കബില നോക്കാനുള്ള സംവിധാനം അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ സൂര്യാസ്തമയം, സൂര്യോദയം, അതേപോലെ ചന്ദ്രോദയം, ചന്ദ്രാസ്തമയം, അതൊക്കെ നോക്കുന്ന സംവിധാനങ്ങൾ. അമാനി മൗലവി ഇത് വലിയ അഗ്രഹണ്ഡനായിരുന്നു. അമാനി മൗലിക്ക് അതിൽ പുസ്തകമുണ്ട്. ആ വിഷയത്തിൽ അമാനി മൗലവി പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനപ്പോൾ അതിന് അക്കാലത്ത് അതിൽ അഗ്രഹണ്ഡരായ ആളുകളുണ്ടായിരുന്നു ഗോളശാസ്ത്രത്തിലൊക്കെ. എല്ലാ കാലത്തും ഉണ്ട്. ഇബ്നു തൈമിയ്യ ഗോളശാസ്ത്രത്തിൽ വലിയ അഗ്രഹണ്ഡനായിരുന്നു. ഇമാം റാസി ഗോളശാസ്ത്രത്തിൽ വലിയ അഗ്രഹണ്ഡനായിരുന്നു. അങ്ങനെ പഴയ കാലത്തുള്ള പല പണ്ഡിതന്മാരും അതിലൊക്കെ വലിയ മാഹിര്യങ്ങളാണ്. പിന്നെ ഇതൊക്കെ എങ്ങനെ അറിയണം? ഒന്നുകിൽ ഈ കാര്യങ്ങൾക്ക് അറിയുക എന്നത് ഇമ്മാ ബിൽ ഖിബ്റ, ഒന്നുകിൽ അയാളുടെ അനുഭവജ്ഞാനം കൊണ്ട്. ഖിബ്റത്ത് അയാൾ സയൻസ് പഠിച്ച ആളായിക്കോളൊന്നും ചെപ്പ്, നേരെ മറിച്ച് അയാൾക്കിത് കൈകാര്യം ചെയ്ത ശീലമുണ്ട്. അങ്ങനെ ഉണ്ടാവാം. പമ്മാട്ടിലെ മുല്ലാക്കാരൊക്കെ അടി നോക്കിയിട്ട് ബാങ്ക് കൊടുത്തത്, അതിന് ബാക്കി ശാസ്ത്രീയവശം എല്ലാം പറഞ്ഞിട്ടില്ല. ഇത്ര അടിയായാൽ സമയമായി നോൽക്കാറിയാം, പിന്നെ അത് നോക്കിയാൽ മതി. ആ അടിയായാൽ എങ്ങനെ സമയമാവുക അത് അറിഞ്ഞോളുന്നില്ല. അതിന് ശാസ്ത്രീയ വശം അറിഞ്ഞോളണമെന്നില്ല. ഇപ്പം എത്ര മണിക്ക് സൂര്യാസ്തമിക്കും എന്ന് നമ്മൾ കലണ്ടർ കാണുന്നു, എങ്ങനെ ഇപ്പം അത് കണക്കാക്കി അത് നമുക്കറിയില്ല. അത് അതിൻ്റെ ആളുകൾക്ക് അറിയുള്ളൂ. സൂര്യോദയം, സൂര്യാസ്തമയം, ചന്ദ്രോദയമൊക്കെ നമ്മളിപ്പോൾ കലണ്ടർ കാണുന്നു. പക്ഷെ അത് എങ്ങനെയാണ് കണക്കാക്കിയത്? 19 ഡിഗ്രിക്ക് എത്തുമ്പോൾ പിന്നെ മഗ്‌രിബ് സമയം ബാങ്കായി. പക്ഷെ 19 ഡിഗ്രി എങ്ങനെ നിശ്ചയിച്ചു അത് നമുക്കറിയില്ല. അത് അതിനാളുകൾക്ക് അറിയുകയുള്ളൂ. അപ്പം ഇമ്മാ ബിൽ ഖിബ്റ, അല്ല, അത് വ്യത്യാസമുണ്ട്. നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും കാര്യത്തിൽ, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹ് നിശ്ചയിച്ചത് സൂര്യനെയാണ്, നോമ്പിൻ്റെ കാര്യത്തിൽ അള്ളാഹ് നിശ്ചയിച്ചത് ചന്ദ്രനെയാണ്. ചന്ദ്രപ്രഭി കണ്ടാൽ നോമ്പ് നോൽക്കുക എന്നാണ് പറഞ്ഞത്. സൂര്യൻ മധ്യത്തിൽ തെറ്റുന്നത് കണ്ടാൽ നിസ്കരിക്കുക എന്നല്ല പറഞ്ഞത്. മധ്യത്തിൽ തെറ്റിയാൽ നിസ്കരിക്കുക എന്നാണ്. കണ്ടോളുന്നില്ല. സൂര്യൻ മധ്യത്തിൽ തെറ്റിയാൽ ളുഹറായി. ആ തെറ്റുന്നത് കാണണോ വേണ്ട, തെറ്റിയാൽ മതി. പിന്നെ നമുക്ക് എന്തേ നിബന്ധന ഉള്ളൂ? സമയമായി എന്ന് അറിയൽ. അത് നമുക്ക് ബാധ്യതയാണ്. സമയമായി എന്ന് അറിഞ്ഞാൽ മതി. സൂര്യൻ മധ്യത്തിൽ തെറ്റിയിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ മതി നിസ്കരിക്കാൻ. നമ്മൾ കാണേണ്ട ആവശ്യമില്ല, ഒരാളും കാണേണ്ട ആവശ്യമില്ല. എന്നാൽ മറ്റേതല്ല, സൂമൂലി റുയത്തിഹി, മാസം കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക, മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ കാഴ്ചയാണ് അടിസ്ഥാനമായി പറഞ്ഞത്, ഇവിടെ കാഴ്ചയല്ല അടിസ്ഥാനമായി പറഞ്ഞത്. ചന്ദ്രനുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴേക്ക് കാഴ്ചയാണ് പറഞ്ഞത്. എന്നാൽ സൂര്യനതല്ല, സൂര്യൻ്റെ ചലനങ്ങളെയാണ് നിശ്ചയിച്ചത്. അത് കാണണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കാഴ്ച തന്നെ വേണമെന്ന് ആ ഹദീസ് പ്രകാരം അത്ര കണിശമായി മുസ്ലിം ലോകം സ്വീകരിച്ചു പോരുന്നത്. ഇനി അപ്പം ഈ കാര്യങ്ങൾ അറിയണം എങ്ങനെ? ഒന്നുകിൽ പരിജ്ഞാനം കൊണ്ട്, അനുഭവം കൊണ്ട് അയാൾക്കത് അറിയണം. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ പുതുതായി വന്ന സംവിധാനങ്ങൾ കൊണ്ട്, മിൻ
സമയമറിയാനുള്ള സൂക്ഷ്മമായ മാർഗങ്ങൾ ഇന്നുണ്ട്. കസ്സാഅത്തി, ക്ലോക്കുകൾ പോലെ, ഒക്കെ തഖ്വീമി, കലണ്ടറുകൾ പോലെ. ഇതൊക്കെ ഇന്ന് അത് നോക്കി അറിഞ്ഞാൽ മതി. ഇന്ന് ബാങ്ക് വിളിക്കുന്ന ആൾക്ക് ഈ ക്ലോക്ക് നോക്കാൻ അറിഞ്ഞാൽ മതി. കലണ്ടർ നോക്കാൻ ഉള്ള അറിവുണ്ടായാൽ മതി. കലണ്ടർ നോക്കിയാണ് എത്ര മണിക്കാണ് ബാങ്ക്, അത് നോക്കിയാൽ അറിഞ്ഞാൽ മതി, അതൊക്കെ അറിവുണ്ട് എന്ന് പറയാം. അപ്പം കലണ്ടറിൽ എങ്ങനെ ഇപ്പോൾ ഈ സമയം വന്നു അതൊക്കെ അറിഞ്ഞോളുന്നില്ല. അപ്പം ഇന്ന് ആധുനിക കാലത്ത് പുതുതായി വന്ന സൂക്ഷ്മമായ ഇത്തരം മാധ്യമങ്ങൾ അതായാലും മതി. പക്ഷേ ഇതാക്കാണ് സ്വാദിറൻ അൻ ജിഹത്തിൻ മൗസൂഖത്തിൻ വസബതത് വഖ്തുഹു. ഒരു കലണ്ടർ കണ്ടാൽ മാത്രം പോരാ, ആ കലണ്ടർ എന്താവണം? ഇൻകാനത്ത് സ്വാദിറ, ആ കലണ്ടർ അത് പിന്നെ ഉണ്ടായത്, അത് പുറപ്പെടുവിച്ചത് അൻ ജിഹത്തിൻ മൗസൂഖ, വിശ്വാസയോഗ്യമായ ഒരു ജിഹയിൽ നിന്നായിരിക്കണം, ഒരു ഭാഗത്തിൽ നിന്നായിരിക്കണം അത് വന്നത്. അങ്ങനത്തെ കലണ്ടറാണെങ്കിൽ പറ്റും. ആ കലണ്ടർ വിശ്വാസയോഗ്യമാണ്, അത് അത്രയും സൂക്ഷ്മത പാലിച്ച കലണ്ടറാണ് എന്ന് ഉറപ്പുള്ള കലണ്ടറാണോ അത് നോക്കിയാൽ മതി. ഒരു ക്ലോക്ക് അത് ക്ലിയറാണ്, ഏകദേശം എല്ലാ ദിവസവും ഇതിങ്ങനെ ടൈം തെറ്റിലുണ്ട് വിചാരിക്കുക, ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് ഇങ്ങനെ പിന്നിക്കാവും. അപ്പം നമ്മൾ പറയും അതിന് വിലടിച്ച് കൊണ്ട് മാത്രം കാര്യമില്ല, അത് ഉറപ്പിക്കാൻ പറ്റില്ല. അതാണ് വിശ്വാസയോഗ്യമായ ഒരു സമിതിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സോഴ്സിൽ നിന്ന് ഇറങ്ങിയ ക്ലോക്ക്, കലണ്ടർ പോലെയുള്ള സംവിധാനങ്ങളാണെങ്കിൽ. ഒരു ഇസ്ലാമിക സർക്കാർ ഇടയ്ക്കൊരു കലണ്ടർ, ഇപ്പോൾ സൗദിയിലൊക്കെ ലയിക്കും, ഇസ്ലാമിക ഗവൺമെൻറ് അവിടുത്തെ ഇസ്ലാമികാര്യ വകുപ്പ് മന്ത്രാലയം ഔദ്യോഗികമായി ഒരു കലണ്ടറും അതേപോലെ ഇതൊക്കെ ഇറക്കും, നിസ്കാര സമയം പോലും പ്രഖ്യാപിക്കും. അപ്പോൾ അത് മതി, അത് നോക്കിയാൽ മതി. ഇനി ഒരു കണക്കൂട്ടി ശരിയാണോ എന്ന് നോക്കേണ്ട ബാധ്യത ഈ മുഅദ്ദിനുണ്ടോ? ഇല്ല. അതാണ് സമസ്തക്ക് വ്യത്യാസം വരും, മഗ്‌രിബിനും സുബഹിക്കുമാണ്, ബാക്കിയുള്ള വ്യത്യാസം ഉണ്ടാവില്ല. അത് സൂര്യോദയം സൂര്യാസ്തമയം എന്ന് പറയുമ്പോൾ ആ ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും ഏത് പോയിൻ്റാണ് എടുക്കേണ്ടത് എന്നതിലുള്ള മസ്അലയിലെ വ്യത്യാസമാണ്. അവരെടുത്ത അസ്ലല്ല നമ്മളെടുത്തത്. അപ്പോൾ ഓരോരുത്ത അസ്ല പ്രകാരം പോലത് ശരിയാണ്, നമ്മളെടുത്ത അസ്ല പ്രകാരം നമ്മളതും ശരിയാണ്. അപ്പോൾ സൂര്യൻ പൂർണ്ണമായും അസ്തമിച്ചാലാണോ അല്ല അതിൻ്റെ പകുതി അസ്തമിച്ചാലാണോ, അതിൻ്റെ ഒരു ഭൂരിപക്ഷ ഭാഗം മറഞ്ഞു പോയാൽ സമയമായോ, അതിലൊക്കെ പഴയകാലം മുതലേ ഫിഖ്ഹിൽ ചർച്ചകളുണ്ട്. അതിൽ നിന്ന് വരുന്ന അഭിപ്രായ വ്യത്യാസം. അപ്പോൾ ഷാഫി മദ്ഹബ് പ്രകാരം എടുക്കുമ്പോൾ ഒരു ഇതാണ്. ഇപ്പം ഹനഫി പള്ളിയിൽ പോയാൽ കാണാം അസ്ർ ബാങ്ക് വ്യത്യാസം ഉണ്ടാവും. ഹനഫി പള്ളിയിൽ ബാങ്ക് അസ്ർ ബാങ്ക് 5 മണി 5:15 ആവും. നമ്മളെക്കാൾ ഏതാണ്ട് 1 മണിക്കൂറിലേറെ സമയ വ്യത്യാസം കാണും. അത് അവരുടെ ഫിഖ് പ്രകാരം ഓരോരുത്തൊരു മസ്അല തർക്കമാണ്. അല്ലാതെ നമ്മളേക്ക് എന്താ ഇന്നത്തെ കാലത്ത് ഇപ്പം ഇങ്ങനെ നോക്കാറുണ്ടോ, കറ്റുമ്പോൾ ടൈം അറിയായിരിക്കും. അപ്പം അസറിൻ്റെ സമയം എപ്പോൾ ആരംഭിക്കുന്നു എന്നതിലുള്ള തർക്കമാണത്. നമ്മളൊക്കെ സ്വീകരിച്ചത് ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളമാകുന്നത് വരെ ളുഹറിൻ്റെ സമയം, അതിനോളമായാൽ അസറിൻ്റെ സമയമായി, അതിൻ്റെ ഇരട്ടിയായാൽ അസറിൻ്റെ സമയമായി. അതാണ് നിലപാട്. ഒരു വസ്തുവിൻ്റെ നിഴൽ അതിന് ഡബിൾ ആവുക, അതാണ് അസറിൻ്റെ സമയം. അപ്പോൾ 3:45 വസ്തുവിൻ്റെ നിഴൽ അത്ര ആയിട്ടുണ്ടെങ്കിൽ 5 മണിയാകുമ്പോഴേക്കേ ഡബിൾ ആവുള്ളൂ. ആ സമയത്താണ് അവർ അസർ ബാങ്ക് വിളിക്കുക. അത് അസറിന് മാത്രമേ ആ തർക്കം ഉണ്ടാവുള്ളൂ, എല്ലായിടത്തും വ്യത്യാസം ഉണ്ടാവില്ല. സമസ്ത പള്ളിയുമായി നമുക്ക് സുബഹിക്കും മഗ്‌രിബിനെ തർക്കം ഉണ്ടാവുള്ളൂ. അത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ 18, 19 പറഞ്ഞത് ഈ സൂര്യൻ്റെ ഡിഗ്രിയിൽ 18, 19 ആ വ്യത്യാസം എടുക്കുന്നത്. ഒരു വീട്ടിൽ 18 എടുക്കും, മറ്റൊരു 19 എടുക്കുന്നു. അതാണ് ഒരു വ്യത്യാസം. അത് തീരുമാനമാക്കാൻ നമുക്ക് കഴിയൂല. അതുപോലെ മതമനുസരിച്ച് ഓരോ ഫിഖ് പ്രകാരം ഒരു സ്വീകരിച്ച അസ്ല അതാണ് എന്ന് പോലും പറഞ്ഞാൽ പിന്നെ ഒന്നും പറയാം, ഒരു മുഖലീങ്ങളാണ് അവിടെ സംബന്ധിച്ച തഖ്ലീദാണ്. ഓരോ ഇമാമിങ്ങൾ പറഞ്ഞാൽ അതിന് ഇനി വേറെ ചോദ്യമില്ല. അതാണ് എൻ്റെ ഒരു ബേസ്. ഒന്നാമത് കൂടുതൽ സൂക്ഷ്മത ഇതാണ്. കൂടുതൽ സൂക്ഷ്മമായ നിലപാടും ശാസ്ത്രീയമായി കുറച്ചും കൂടെ സത്യസന്ധമായി നിൽക്കുന്നതൊക്കെ ഇതാണ്. അത് നമ്മൾ സ്വീകരിച്ചു. ഓര് പറഞ്ഞ ആയിക്കോട്ടെ കുഴപ്പമില്ല, എന്നാലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി 2 മിനിറ്റ് 3 മിനിറ്റോലും അങ്ങോട്ട് നീട്ടിവെച്ചു എന്ന് ഓര് തന്നെ പ്രത്യേകം പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആ സമയം തെറ്റാമെന്ന് പറയാൻ കഴിയില്ല. അവിടെ ഒരു ഫിഖ്ഹി മസ്അല പ്രകാരം ഓരത് ശരിയാണ്, എന്നാൽ കുറച്ചും കൂടി സൂക്ഷ്മമായ നിലപാട് നമ്മൾ എടുക്കുന്ന നിലപാടാണ് എന്നേ പറയാൻ കഴിയുള്ളൂ. ശരി, ഇനി വദാലിക ലിഅന്ന മൻ കാന ആലിമൻ ബിൽ വഖ്തി അദ്ദാഹു അലൽ വജ്ഹിൽ മശ്റൂഇ. അപ്പോൾ എന്തിനാണ് മുഅദ്ദിൻ ഇതൊക്കെ അറിയുന്ന ആളാകണമെന്ന് പറയുന്നത്? സെക്രട്ടറി കടന്നാലും പോലെ വെച്ചാലോ മതി, സെക്രട്ടറി കടന്നാലും മതി. പക്ഷെ മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്ന മുമ്പ് സെക്രട്ടറി ഉറപ്പിച്ച സമയമായി കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് അവൻ കൊടുക്കണമെങ്കിലോ അവിടെ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. മുഅദ്ദിന് ഇതൊന്നും അറിയണ്ട. പള്ളിക്കിലെ കമ്മിറ്റിൻ്റെ സംവിധാനമുണ്ട്, ഓരോ അവിടെ നോക്കി ഉറപ്പെടുത്തിയിട്ട് ഓരോ പറയുമ്പോഴേ ഒമാ കൊടുക്കുള്ളൂ. എന്നാണെങ്കിൽ ഈ മുഅദ്ദിന്
പിന്നെ പ്രശ്നമല്ല. അപ്പൊ ഇയാൾ ഇതെല്ലാം അറിയുന്നവനാകണമെന്ന് പറഞ്ഞതെന്തിനാ? സമയത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരാളാണെങ്കിൽ അയാൾ ശർഈ നിശ്ചയിച്ച രൂപത്തിൽ തന്നെ അയാൾ അത് നിർവഹിച്ചു കൊള്ളും. അതുകൊണ്ടാണ് അയാൾ അറിയണം എന്ന് പറഞ്ഞത്. അത് അറിയാത്ത ആണെങ്കിലോ ലം യുഅ്മൻ, നമുക്ക് നിർഭയത്വമില്ല മിൻ ഫിൽ ഖത്ഇ, അബദ്ധത്തിൽ പോയി ചാടാൻ സാധ്യതയുണ്ടെന്ന കാര്യത്തിൽ നിർഭയത്വമൊന്നുമില്ല. കാരണം ഏതെങ്കിലും സമയത്ത് വാങ്ങിച്ചുകൂടെയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഫയഖ്തിഉ ബി ഖത്ഇഹി അൽ മുസല്ലൂന വസ്വാഇമൂൻ. അങ്ങനെ അവൻ തെറ്റിയാൽ ആ തെറ്റ് മുഖേന നിസ്കരിക്കുന്നവർക്ക് തെറ്റും, നോമ്പുകാർക്കും തെറ്റും. ഓരോ ബാങ്ക് കൊടുത്തേക്ക് പഠിച്ചപ്പോൾ ആൾക്കാർ യാത്ര പോകാൻ നിൽക്കുകയാണ്. ബാങ്ക് കൊടുക്കാൻ അങ്ങനെ കാത്തിക്കുക, ഒന്നുണ്ടാക്കി കാത്തിക്കുകയാണ്. അപ്പോഴേ ബാങ്ക് കേട്ടു, വായ നിസ്കരിച്ചു, ഓൻ പോയും ചെയ്തു. ഇവൻ തെറ്റിയതുകൊണ്ട് അയാളെ നിസ്കാരം തെറ്റി, നോമ്പ് തെറ്റി. അതുകൊണ്ട് അറിയുന്നവനായാൽ ആ ഒരു ബേജാറില്ല, അതിൽ നിർഭയത്വമുണ്ട്. അതിനാണത് പറഞ്ഞത് എന്നാണ്. ഇനി 1311 മസ്അല, യുസ്തഹബ്ബു അൻ യകൂനൽ മുഅദ്ദിനു ബസീറ. ബാങ്ക് വിളിക്കുന്ന ആൾ കാഴ്ചയുള്ളവനാവൽ സുന്നത്താണ്. ഒരു അന്ധനല്ല ബാങ്ക് വിളിക്കേണ്ടത്, കാഴ്ചയുള്ളവനാവൽ സുന്നത്താണ്, നിർബന്ധമില്ല. വഹാദാ മുജ്മഉൻ അലൈഹി, അത് ഇജ്മാ ഉള്ള കാര്യമാണ്. ലിഅന്നഹു അഫ്ളലു മിനൽ അഅ്മാ ഫീ മഅരിഫത്തിൽ ഔഖാത്ത്. എന്നാൽ എന്തുകൊണ്ട്? ലിഅന്നഹു അഫ്ളലു, അയാളാണ് അഫ്ളൽ മിനൽ അഅ്മാ, അന്ധനേക്കാൾ, ഫീ മഅരിഫത്തിൽ ഔഖാത്ത്, സമയം അറിയുന്ന കാര്യത്തിൽ കണ്ണുള്ള ആൾക്കാണല്ലോ കണ്ണില്ലാത്ത ആളെക്കാളും തീർച്ചയായും ശ്രേഷ്ഠത. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. എന്നാൽ വയസിഹു, സ്വഹീഹാകും, അയ്യതവല്ലൽ അദാന, ബാങ്ക് ഏറ്റെടുക്കുക എന്നത് റജുലുൻ അഅ്മാ, അന്ധനായ മനുഷ്യൻ ഏറ്റെടുത്ത് ബാങ്ക് വിളിക്കുന്ന കാര്യം ബാങ്ക് സ്വഹിയാവൂലേ? സ്വഹിയാവും. ഔ ദഈഫുൽ ബസ്വർ, അല്ലെങ്കിൽ കാഴ്ച മങ്ങിയ ഒരാൾ അത് ഏറ്റെടുത്തു എന്നാലും സ്വഹിയാകും. എപ്പോൾ? ഇദാ കാന ഹൗലഹു മൻ യുഖ്ബിറുഹു ബി ഔഖാത്തി സ്വലാ, നിസ്കാരത്തിൽ സമയം അയാൾക്ക് അറിയിച്ചു കൊടുക്കുന്ന ആള് അവിടെ ഉണ്ടെങ്കിൽ മതി. അയാൾക്ക് ആ സമയമായി ബാങ്ക് വിളിച്ചോ എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഇയാൾ കണ്ടില്ല എന്നുള്ളത് വിഷയമൊന്നുമല്ല. അല്ലെങ്കിൽ ഇപ്പം ഇന്നത്തെ സംവിധാനമാണെങ്കിൽ ഇത് ഈ സൗണ്ട് കേട്ടേക്ക് മനസ്സിലാവും. ഇതെങ്ങനെ ടൈമാകുമ്പോൾ അയാൾ മുഴങ്ങുന്നു, ആ സൗണ്ട് കേട്ടേക്ക് മനസ്സിലായി, അത് മതി. ലിഇഖ്റാറിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദാന ഇബ്നു ഉമ്മി മക്തൂം, ഇബ്നു ഉമ്മി മക്തൂമിന്റെ ബാങ്ക് നബി തങ്ങൾ അംഗീകരിച്ചുവല്ലോ. നബി തങ്ങളുടെ മുഅദ്ദിനാണ് ഇബ്നു ഉമ്മി മക്തൂം, അയാൾ അന്ധനാണ്. അപ്പൊ അന്ധനായ സ്വഹാബിയുടെ ബാങ്ക് നബി തങ്ങൾ അംഗീകരിച്ചു. അതുകൊണ്ട് അന്ധൻ ബാങ്ക് കൊടുക്കാൻ പറ്റുക എന്ന് പറയാൻ കഴിയില്ല. ബാങ്ക് വിളിക്കാം, പക്ഷേ സമയത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വേണം എന്നേ ഉള്ളൂ. അയാൾ മാത്രം വിട്ട് അയാൾ കലണ്ടർ നോക്കാറില്ല, ക്ലോക്ക് നോക്കാറില്ല, സമയം അയക്കാറില്ല എങ്കിൽ അത് പറ്റൂല. അപ്പം അവിടെ സമയം അറിയിച്ചു കൊടുക്കാൻ ഒരാൾ വേണം എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. ഇനി അൽ ഫസ്ലു സാനി അശർ, 12ാമത്തെ ഉപാധ്യായം, 1312, അത്തശാഹു അലൽ അദാൻ, ബാങ്ക് വിളിക്കാൻ മത്സരിക്കുക എന്നത്. ബാങ്ക് വിളിക്കാൻ ഒരു പള്ളിക്ക് 5-6 ആൾ കച്ച ഞാൻ കൊടുക്കും. ആർക്കാ ചാൻസ് കൊടുക്കുക? ആരെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നാണ്. ഇതാ തശാഹ ഫിൽ അദാനി, ബാങ്കിന്റെ കാര്യത്തിൽ തർക്കം വന്നു, മത്സരം വന്നു. ഇസ്നാനി ഔ അക്സർ, 2 ആളോ അതിൽ കൂടുതലോ. കുല്ലു വാഹിദിൻ മിൻഹും യുരീദു അൻ യഖുമ ബിഹി, ഓരോരുത്തർക്കും ഈ ബാങ്ക് വിളിക്കാൻ താല്പര്യം എങ്കിൽ ആരെ മുന്തിക്കണം? ഫൈനഹു യുഖദ്ദമു അഫ്ളലുഹും ഫിസ്സിഫാത്തി സാബിഖ, ഈ പറഞ്ഞ വിശേഷണങ്ങളിൽ ആരാണോ അഫ്ളൽ അയാളെ മുന്തിക്കുക. അപ്പൊ ഏതാ വിശേഷണം പറഞ്ഞത്? മുസ്ലിം ആയിരിക്കണം, എല്ലാവരും ഒരുപോലെയാണ്. പിന്നെ ബുദ്ധി ഉണ്ടാകണം, പിന്നെ സ്വതന്ത്രനാവണം, പ്രായപൂർത്തിയായ ആളായാൽ നല്ലതാണ്, ഫാസിഖല്ല, അമീനായിരിക്കുക, ശബ്ദം ഉണ്ടാവുക. അപ്പൊ ഈ ആളുകളൊക്കെ പാടുന്നെങ്കിൽ അത് നോക്കാം. ഈ വിശേഷണങ്ങളിൽ ഏറ്റവ്യത്യാസമുണ്ടെങ്കിൽ ആരാണോ ഇതിൽ വിശേഷണം ഒത്തവർ അവരെ ഏൽപ്പിക്കുക. ഫിസിഫാത്തി സാബിഖ, മുൻ പറഞ്ഞ വിശേഷണങ്ങളിൽ, ഒഫി ഖുവ്വത്തി സൗതി, ശബ്ദത്തിൻ്റെ ശക്തിയിലും, വഹുസ്നിഹി,
ശബ്ദത്തിൻ്റെ മാധുര്യത്തെ മേന്മയിലും നല്ല സൗണ്ട്, വലിയ ഒച്ച മാത്രമല്ല, അതോടൊപ്പം തന്നെ നല്ല ശബ്ദം, അതും പരിഗണിക്കാം. ഒഫി ഇഹ്തിസാബിൽ അജ്രി, പ്രതിഫലം കാക്ഷിക്കുന്നതിലും ആരാണ് കൂടുതൽ നോക്കുക? ഒരാൾ കുരുട്ടാൻ വേണ്ടിയാണ്, മറ്റോനോ പേരിട്ടാനാണ്. ഇന്ന് ഞാനാ വാങ്ങിക്കൊടുത്തത് എന്ന് പറയാൻ വേണ്ടിയാണ് പോകാൻ വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. എന്നുവെച്ചാൽ അവിടെയൊക്കെ തൽക്കാലം മറ്റം കൊടുത്തോട്ടെ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അബ്ദുല്ലാഹി ബിൻ സൈദിൻ, നേരത്തെ പറഞ്ഞ ഹദീസ് പറഞ്ഞു തരുവേ. അബ്ദുല്ലാഹി ബിൻ സൈദ് നബി പറഞ്ഞു, നീ ബാങ്ക് ബിലാലിന് പറഞ്ഞു കൊടുക്കുക, ഫഇന്നഹു അൻദാ സൗതം മിൻക, നിന്നേക്കാൾ ശബ്ദമുള്ളവനാകുന്നു. അപ്പോൾ രണ്ടാൾ വാങ്ങി കൊടുക്കണ്ട, അവിടെ ബിലാലുമുണ്ട് അബ്ദുല്ലാഹി ബിൻ സൈദുമുണ്ട്. നബി പറഞ്ഞെന്താണ്? നീ ബിലാലിനെ പഠിപ്പിച്ചെടുത്തോ, നിന്നേക്കാൾ ശബ്ദമുള്ള ആൾ ബിലാലാണല്ലോ. അപ്പോൾ അവിടെ ഒരാൾ നബിതങ്ങൾ മുന്തിച്ചു. ഇനി ഫൈൻ തസാവൗ ഫീ ദാലിക, അതിലും എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും നല്ല ശബ്ദമാണ്, എല്ലാവരും ഭയങ്കര ഇഖ്ലാസാണ്, എല്ലാവരും വലിയ മുത്തഖീകളാണ്, എല്ലാവരും ഒരേപോലെയാണ് എങ്കിൽ എന്ത് ചെയ്യും? ഫീ ദാലിക കുല്ലിഹി, ഇതെല്ലാത്തിനും ഒരുപോലെയാണെങ്കിൽ ഉഖ്രിഅ ബൈനഹും, അവർക്ക് നറുക്കിടണം എന്നാണ്. നറുക്കിട്ടിട്ട് ആരെ പേരാണോ കിട്ടിയത് ഓമ്പാൻ കൊടുത്തോട്ടെ. തെളിവെന്താണ്? ലിമാ റവൽ ബുഖാരിയു മുസ്ലിം അൻ അബീ ഹുറൈറത, ബുഖാരി മുസ്ലിം റഹിമഹുല്ലാഹു ഉദ്ധരിച്ച ഹദീസ്, അബൂ ഹുറൈറ പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി തങ്ങൾ പറഞ്ഞു, ലൗ യഅലമുൻ നാസു മാ ഫിൻ നിദാഇ, ബാങ്ക് വിളിച്ചാൽ കിട്ടുന്ന പ്രതിഫലം ജനങ്ങൾ അറിയുകയാണെങ്കിൽ, വസ്സഫിൽ അവ്വലി, ഒന്നാം സഫിൽ നിന്നുള്ള പ്രതിഫലം അറിയുകയാണെങ്കിൽ, ثم لم يجدوا الا ان يستهموا عليه لستهموا, എന്നിട്ട് പിന്നെ അതിന് നറുക്കിടുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നുവെങ്കിൽ അവർ നറുക്കിടുമായിരുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഒന്നാം സഫിൽ നിന്നാ കിട്ടുന്ന കൂലി അറിഞ്ഞാൽ എല്ലാവരും ഒന്നാം സഫിക്ക് വരും, അപ്പം സ്ഥലം ഉണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യും? അപ്പം നിവൃത്തില്ല, നറുക്കിട്ട് പേരിട്ടന് ഒന്നാം സഫിലിക്കാം എന്ന് പറയേണ്ടി വന്നാൽ അതിനും ആളുകൾ തയ്യാറാകുമായിരുന്നു, ഇതിന്റെ പ്രതിഫലം അറിയുകയാണെങ്കിൽ. അപ്പൊ അവിടെ നബി ഉദാഹരണം പറഞ്ഞാണ്, പക്ഷെ അവിടെ നബി പറഞ്ഞ പ്രയോഗം എന്താണ്? നറുക്കിടുമായിരുന്നു എന്നാണ്. അപ്പൊ അത് നമുക്ക് അസ്ലാക്കി സ്വീകരിക്കാം. വന്ന എല്ലാവരും ഒരേ നിലവാരമാണ് എങ്കിൽ എല്ലാവരുടെ പേരും എഴുതുക, നറുക്കിട, ആർക്കാണോ കിട്ടിയത് ഓമം കൊടുത്തോട്ടെ എന്ന് വെക്കാം. ഇവിടെ പറ്റും, നറുക്ക് പറ്റുന്ന ചില സന്ദർഭങ്ങളുണ്ട്, എല്ലായിടത്തും പറ്റൂല. നറുക്ക് പറ്റുന്ന ചില സന്ദർഭങ്ങളുണ്ട്, അവിടെ പറ്റും. അതേപോലെ നേരത്തെ പുറപ്പെടുന്നതിൽ ഉള്ള പ്രതിഫലം അറിയുകയാണെങ്കിൽ അവർ അതിലും മത്സരിക്കുമായിരുന്നു. ഇശാഇന്റെയും സുബഹിയുടെയും പ്രതിഫലം അവർ അറിയുകയാണെങ്കിൽ അവർ അതിലേക്ക് വരുമായിരുന്നു. മുട്ടിൽ ഇഴഞ്ഞുകൊണ്ടാണെങ്കിലും ശരി. സുബഹിക്കും ഇശാക്കും വന്നാൽ കിട്ടുന്ന കൂലി അറിയുകയാണെങ്കിൽ മുട്ടുകുത്തി നരങ്ങിക്കൊണ്ടൊക്കെയാണ് പള്ളിക്ക് വരാൻ കഴിയുള്ളൂ, നടന്നു വരാൻ കഴിയാത്തതാണ്, എന്നാൽ പോലും അവർ വരുമായിരുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസ്. അതാണ് നമുക്കിവിടെ തെളിവുള്ളത്. അതോടെ ആ ഉപാധ്യായം അവിടെ അവസാനിക്കുന്നു. ഇനി അൽ ഫസ്ലു സാലിസു അശർ, 13ാമത്തെ ഉപാധ്യായം, സിഫത്തു ഇൽഖാഇൽ അദാൻ, ബാങ്ക് നിർവഹിക്കേണ്ടുന്ന രൂപം. ബാങ്ക് വിളിക്കുമ്പോൾ അയാൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ആര് ബാങ്ക് വിളിക്കണം എന്നത് പറഞ്ഞു, തർക്കമുണ്ടായ എന്തു ചെയ്യണം അത് പറഞ്ഞു. ഇനി അയാൾ എങ്ങനെ ബാങ്ക് വിളിക്കണം, ബാങ്ക് വിളിക്കുമ്പോൾ അയാൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1313ാമത്തെ മസ്അല, യംബഗി ദിൽ മുഅദ്ദിനി, മുഅദ്ദിന് അനിവാര്യമാണ് അൻ യഹ്രിസ അലാ റഫ്ഇ സൗതി, ശബ്ദം ഉയർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അയാൾ പ്രത്യേകം താല്പര്യം കാണിക്കുക, ശബ്ദമുയർത്തി ബാങ്ക് വിളിക്കാൻ. ശബ്ദമുള്ള ആളാവണം പറഞ്ഞു, പക്ഷെ ബാങ്ക് കൊടുക്കുമ്പോൾ എല്ലാം കൊടുക്കുള്ളൂ അല്ല, അയാൾ പരമാവധി ഉച്ചത്തിൽ പിടിക്കുക. വഹുസ്നിഹി, അതേപോലെ ശബ്ദം നന്നാക്കാൻ ശ്രദ്ധിക്കുക, നന്നായിക്ക് ശബ്ദം ഉണ്ടാക്കാൻ, ഒന്ന് 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 കുഴച്ച് ചിലപ്പോൾ ഒന്ന് 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 ശബ്ദമൊക്കെ ഉണ്ടാക്കി ഒന്ന് നന്നാക്കാൻ ശ്രമിക്കുക. വഹുസ്നിൽ അദാഇ, നല്ല നിലക്ക് ബാങ്ക് അയാൾ നിർവഹിക്കുകയും ചെയ്യുക. അപ്പം അത്രയൊക്കെ മതി എന്ന് പറഞ്ഞാണ് ഒപ്പീഷ്യനാക്കി കൊടുത്തു പോവല്ല, ഉള്ളതല്ല മട്ടത്തിന് നന്നായി മഹ്റജൊക്കെ ശ്രദ്ധിച്ച്
നീട്ടാൾ നീട്ടി അങ്ങനെയൊക്കെ തന്നെ ബാങ്ക് വിളിക്കാൻ അയാൾ ശ്രദ്ധിക്കുക. വഹാദ മുജ്മഉൻ അലൈഹി, അത് ഇജ്മാഉള്ള കാര്യമാണ്. തെളിവെന്താണ്? ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അബ്ദുല്ലാഹി ഇബ്നു സൈദ്, അബ്ദുല്ലാഹി ഇബ്നു സൈദ് നബി പറഞ്ഞ ഹദീസ്, നേരത്തെ പറഞ്ഞ ഹദീസ് തന്നെ ബിലാലിന് പറഞ്ഞെടുത്തോ ഫൈനഹു അൻദാ മിൻക സൗതൻ. അപ്പോൾ ആ ഹദീസിന് എത്ര മസല കണ്ടത്? നബി ഉപയോഗിച്ച ഒറ്റ വാക്യേ ഉള്ളൂ, അൻദാ മിൻക സൗതൻ, നിന്നേക്കാൾ ശബ്ദമുള്ളവനാകുന്നു. ആ ഒരു പദപ്രയോഗത്തിൽ നിന്നാണ് ഈ മസലകളൊക്കെ പണ്ഡിതന്മാർ മനസ്സിലാക്കിയത്. അതാ അടുത്ത മസല 13-14. യഹ്റുമു, ഹറാമാണ്, അയ്യുഅദ്ദിയൽ മുഅദ്ദിനു അൽ അദാന, മുഅദ്ദിൻ ബാങ്ക് വിളിക്കൽ ബിത്വരീഖത്തിൻ മുത്രിബ, മുത്രിബ അനാവശ്യമായി നീട്ടിക്കൊണ്ടുള്ള ബാങ്ക്, ഭയങ്കരമായി പാട്ട് പാടുന്ന പോലെ അതിങ്ങനെ വെറുതെ അനാവശ്യമായി നീട്ടിമത്സരമുള്ള ബാങ്ക്, അത് പാടില്ല. ലിഅന്നഹാ ത്വരീഖത്തുൽ മുബ്തദഅ, കാരണം അത് ബിദ്അത്തായ ശൈലിയാകുന്നു. ഇപ്പം ബാങ്ക് ശബ്ദം നന്നാക്കുക, ഉറക്കെ ബാങ്ക് വിളിക്കുക, അത് സുന്നത്താണ്. എന്നാൽ അതേസമയം അനാവശ്യമായി ഈണത്തിലും രാഗത്തിലും നീട്ടിയുമൊക്കെയുള്ള അത്തരം ബാങ്ക് അത് ത്വരീഖത്തുൽ മുബ്തദിഅ, അത് പിൽക്കാലത്ത് വന്ന ഒരു വഴിയാണ്. നബിയുടെ സ്വഹാബത്തിന്റെ കാലത്തുള്ള രീതിയല്ല, പിന്നീട് വന്ന ഒരു രീതിയാകുന്നു അത്. മാത്രമല്ല വലിമാ ഫീഹാ മിനത് തശബ്ബുഹി ബിൽ ഗിനാഇൽ മുഹറം, ഹറാമായ സംഗീതത്തോട് സാദൃശ്യപ്പെടുക എന്നതും അതിലുണ്ട്. സംഗീതം ഹറാമാണ്, ആ സംഗീതത്തോട് സാദൃശ്യപ്പെടൽ, അതിനൊപ്പം പാട്ട് പാടുന്ന പോലെ അതിങ്ങനെ ആ ഒരു ശൈലിയിലെ ബാങ്ക് അത് നല്ലതല്ല എന്നാണ്. മാത്രമല്ല സൗദികളോട് മാത്രം ആയിക്കോളുന്നു, ചിലപ്പോൾ സൗദി ഉണ്ട് വിചാരിച്ചാണ് സംഗതി ആയിക്കോളുന്നു ചെല്ലോ. മുൻഗാമികളിൽ നിന്ന് ആ നിലക്ക് ഉദ്ധരങ്ങൾ പലതും ഉദ്ധരിക്കപ്പെടുന്നുമുണ്ട്. ഇമാം മാലിക് റഹിമഹുള്ളയെ കുറിച്ച് കാണാം, കാന മാലികുൻ യക്റഹു തത്രീബ, താഴെ 4 നമ്പറായി കൊടുത്തിട്ടുണ്ട്. കാന മാലികുൻ യക്റഹു തത്രീബ ഫിൽ അദാനി കറാഹിയത്തൻ ശദീദ, ബാങ്കിൽ അമിതമായ ഈണവും രാഗവും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത് ഇമാം മാലിക് ശക്തമായി വെറുത്തിരുന്നു എന്നാണ്. ഇമാം അഹ്മദ് പറയുന്നു തത്രീബി ഫിൽ അദാനി ഹുവ മുഹ്ദസുൻ, അത് പിൽക്കാലത്ത് ഉണ്ടായി വന്നതാകുന്നു എന്ന് ഇമാം അഹ്മദ് പറയുന്നു. അഥവാ യഅനി അന്നഹു ലം യകുൻ അലാ അഹദി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ കാലത്തില്ല എന്നർത്ഥം. വൽ ഖൗലു ഫിൽ അദാൻ ബിത്തത്രീബി കഖൗലി ഫീ ഖിറാഅത്തിൽ ഖുർആൻ ബിത്തൽഹീൻ വകരിഹു മാലിക് വശാഫിഈ അയ്ദൻ, ഖുർആനും അതേപോലെ ഒരു സംഗീതാത്മകമായി ഓതുക എന്നുള്ളത് വെറുക്കപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ആകുന്നു ഇതും. ഇമാം മാലിക് ഇമാം ഷാഫിഈയും അത് വെറുത്തിരിക്കുന്നു. വഖാല ഇസ്ഹാഖ് ഹുവ ബിദ്അ, ഇസ്ഹാഖ് മിറാഹവൈഹി പറയുന്നു അത് ബിദ്അത്താകുന്നു എന്ന്. മാത്രമല്ല ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, അതിൽ ഇമാം ബുഖാരി തഅലീഖൻ മജ്സൂമൻ ബിഹി ഫീ ബാബി റഫ്ഇ സൗതി ബിൻ നിദാ, ഇമാം ബുഖാരി തഅലീഖൻ ഉദ്ധരിച്ച ഒരു റിപ്പോർട്ട്, അവിടെ ഫത്ഹുൽ ബാരി നമസ്കാരം കൊണ്ടുവന്ന ചർച്ച അടക്കം താഴെ കൊടുത്ത് കാണാം. അവിടെ കാണാം അന്ന മുഅദ്ദിൻ അദ്ദന ഫതറബ ഫീ അദാനിഹി, ഒരു മുഅദ്ദിൻ ബാങ്ക് വിളിച്ചപ്പോൾ ഇങ്ങനെ ഈണത്തിലും രാഗത്തിലുമൊക്കെ ബാങ്ക് വിളിച്ചു. ഫഖാല ലഹു ഉമർ ബിൻ അബ്ദുൽ അസീസ്, അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞു അദ്ദിൻ അദാനൻ സംഹൻ, നീ മാന്യമായി നിനക്ക് ബാങ്ക് വിളിച്ചോ, വഇല്ല ഫഅതസിൽനാ, അല്ലെങ്കിൽ ഈ പണി നിർത്തിപ്പോയിക്കോടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞുവെന്നാണ്. വഫിൽ മസ്അലത്തി ആസാരുൻ അൻ ബഅദി സ്വഹാബ, ഈ വിഷയത്തിൽ സ്വഹാബിമാരിൽ നിന്ന് ഇതുപോലെ പല ഉദ്ധരണികളും വന്നിട്ടുണ്ട്. തൻദുർ ഫി ശറഹി ഇബ്നു റജബ് ബുഖാരി, ഇമാം ബുഖാരിയുടെ സ്വഹീഹിന് ഇബ്നു റജബ് എഴുതിയ ശറഹുണ്ട്, അവിടെ നോക്കിയാൽ കാണാം എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ആവട്ടെ, അപ്പോൾ ഏതായാലും ഒരു അമിതമായ രാഗവും ഈണവും ഒന്നും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതില്ല ബാങ്കിൻ്റെ കാര്യത്തിൽ. എന്നാൽ ശബ്ദം നന്നാവണം, ഉറക്കെയാവുകയും വേണം. ഇനി 1315 യംബഗി ലിൽ മുഅദ്ദിനി യസൂനൽ അദാന മിനത് തൽഹീൻ, തൽഹീനിൽ നിന്ന് ബാങ്കിനെ സംരക്ഷിക്കൽ അത് മുഅദ്ദിന് അനിവാര്യമാണ്. തൽഹീൻ എന്ന് പറഞ്ഞാൽ വഹുവ അത്തത്വീലു ഫീ ജുമലിൽ അദാനി വത്തംതീതു ഇൻദ ഇൽഖാഇഹാ, ബാങ്കിൻ്റെ ഓരോ ജുംലകൾ ഇങ്ങനെ ഭയങ്കരമായി നീട്ടാം, ആവശ്യത്തിലേറെ ഓരോ ചില പദങ്ങൾ ഭയങ്കരമായിട്ട് നീട്ടി പറയുക, അതിലാണ് തൽഹീൻ എന്ന് പറയുന്നത്. ഫഹു മക്റൂഹുൻ ഫിൽ അദാനി വൽ ഇഖാമ, ബാങ്കിലും ഇഖാമത്തിലും
അത് കറാഹത്താണ്, വെറുക്കപ്പെട്ട കാര്യമാണ്. ലിഅദമി ബുറൂദിഹി ഫിസ്സുന്ന, അങ്ങനെ രീതി ഹദീസിലെവിടെയും വന്നിട്ടില്ല എന്നതുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറഞ്ഞത്. 1316 യുസ്തഹബു അയ്യതറസ്സലൽ മുഅദ്ദിനു ഫിൽ അദാൻ, മുഅദ്ദിൻ ബാങ്ക് സാവകാശമാക്കൽ സുന്നത്താണ്. ഭയങ്കര ധൃതിപ്പെട്ട് കൊടുക്കല്ല, അർജന്റായിട്ട് ബാങ്ക് കൊടുത്ത് പോവുക അല്ല, സാവകാശം ബാങ്ക് വിളിക്കുക. വത്തറസ്സുലു, തറസ്സുൽ എന്നാൽ ഹുവ തർതീലു വത്തഅന്നി, സാവകാശമാവുക. വഅദ്മുൽ അജല, ധൃതി ഇല്ലാതിരിക്കുക, അതിനാണ് തറസ്സുൽ എന്ന് പറയാം. ധൃതി ഇല്ലാതെ ഒരു സാവകാശം, ഒരു മാന്യമായ രൂപത്തിലുള്ള ബാങ്ക്. വഹാദ മുജ്മഉൻ അലൈഹി, അതും പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട്. ലിമാ റുവിയ അൻ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബിൽ നിന്ന് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, സ്വഹിയല്ല, ദഈഫാണ്. അതുകൊണ്ടാണ് ലിമാ റുവിയ എന്ന് കൊടുത്തത്. റവ എന്ന് പറയാതെ റുവിയ എന്ന് പറഞ്ഞത് തംരീദിന്റെ സീഗ എന്ന് പറയും. റുവിയ, ദുക്കിറ, ഖീല എന്നൊക്കെ സാധാരണ ഹദീസ് പണ്ഡിതന്മാർ ഉപയോഗിക്കല് സ്ഥിരപ്പെടാത്ത റിപ്പോർട്ട് പറയുമ്പോഴാണ്. അല്ലാത്തൊരു അങ്ങോട്ടൊക്കെ ഉപയോഗിക്കും, ഫിഖിലൊക്കെ എല്ലാം അങ്ങോട്ട് ഉപയോഗിക്കും. ഹദീസിന് അവഗാഹമുള്ള ആളുകൾ അത് സൂക്ഷ്മത പാലിക്കലുണ്ട്. അപ്പൊ ലിമാ റുവിയ അൻ ഉമർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ, ഉമർ ഖത്താബ് പറഞ്ഞു ലി അബി സുബൈർ മുഅദ്ദിനി ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിലെ ബാങ്ക് വിളിക്കുന്ന ആളായ അബു സുബൈർ, അദ്ദേഹത്തോട് ഉമർ ഖത്താബ് പറഞ്ഞു, എന്ത്? ഇദാ അദ്ദൻത ഫതറസ്സൽ, ബാങ്ക് വിളിച്ചാൽ നീ സാവകാശം ബാങ്ക് വിളിക്കണം. വഇദാ അഖംത ഫഹ്ദർ, ഇഖാമത്ത് വിളിക്കുമ്പോൾ നീ കുറച്ച് വേഗത്തിൽ വിളിച്ചോ എന്ന് ഉമർ ഖത്താബ് പറഞ്ഞു. ബാങ്ക് സാവകാശമാക്കുക, ഇഖാമത്ത് അത് പ്രശ്നമില്ല, ഇഖാമത്ത് സ്പീഡിൽ ആവാം. ഒഫി സനദിഹി ളുഅഫുൻ, അത് സനദിൽ ദുർബലതയുണ്ട്. എന്നാലും പൊതുവെ പണ്ഡിതന്മാർ അതൊരു അസ്ലായി സ്വീകരിച്ചിട്ടുണ്ട്. ഉമർ ഖത്താബ് പറഞ്ഞു എന്നുള്ളത് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലെങ്കിലും മറ്റു പല ഹദീസിലുമൊക്കെ വന്ന പല പ്രയോഗങ്ങളും സ്വഹാബിമാരുടെ പല ചെയ്തികളും ഇതിനൊരു ഉപോത്ബലകമായി വന്നിട്ടുണ്ട്. നമ്മുടെ ആശയം ശരിയാണെന്ന് പറയാം. ഉമർ ഖത്താബ് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് സ്വഹിയാണെന്ന് വെച്ചാൽ ആ സ്ഥലത്തിൽ ദുർബലതയുണ്ട്, ദുർബലതയുണ്ട്. ആ ദുർബലത എന്താണെന്ന് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ താഴെ നമ്പർ 3 ആയിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. റവാഹു അബൂ ഉബൈദ് ഫി ഗരീബിൽ ഹദീസ് വഇബ്നു അബീ ശൈബ വഇബ്നു മുൻദിർ വഗൈറുഹും, എവിടെയൊക്കെ ഉദ്ധരിച്ചു. വസനദുഹു ഹസനും ഫി ശവാഹിദി, അനുബന്ധമായ സ്ഥലത്തും കൂടി ചേർത്ത് വെക്കുമ്പോൾ ഈ സ്ഥലം ഹസൻ എന്ന മർത്തബയ്ക്ക് എത്തുന്നുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. റിജാലുഹു സിഖാത്തുൻ, ഇനി അതിൻ്റെ വിശദമായ ചർച്ചകൾ, ആരാണ് അതിൽ വഴീഫായ റാവിയുള്ളത്, ഏതാണ് അതിന് ഉപയോഗമായ റിപ്പോർട്ടുള്ളത് എന്നുള്ളതൊക്കെ താഴെ വിശദമായി ചർച്ച വരുന്നുണ്ട്. അപ്പം അതൊരു ബേസായി നമുക്ക് എടുക്കാം. അതുകൊണ്ടാണ് വഴീഫ എന്ന് അറിഞ്ഞിട്ടും ഷെയ്ഖ് ഇവിടെ ആ റിപ്പോർട്ട് കൊടുത്തത്. 1317 യുസ്തഹബു അയ്യഹ്ദിറൽ മുഅദ്ദിനു ഫിൽ ഇഖാമ, ഇഖാമത്ത് വിളിക്കുമ്പോൾ അത് വേഗത്തിലാക്കൽ സുന്നത്താണ്. വൽ ഹദ്റു ഹുവ അസ്സർദു വൽ ഇസ്റാഅ്, വേഗത്തിൽ വിളിക്കുക. അത് ബാങ്ക് കൊടുക്കുന്ന പോലെ തന്നെ അങ്ങനെ അതേമാതിരി നീട്ടിയും സാവകാശവും വിളിക്കേണ്ടതുണ്ടോ? ഇല്ല, ഇഖാമത്ത് വേഗത്തിലാവാം. ബി അൻ യസില കലിമാത്തുൽ ഇഖാമത്തി ബഅദുഹാ ബി ബഅദിൻ, ഇഖാമത്തിൻ്റെ ഓരോ വാക്ക് മറ്റൊന്നുമായി ചേർത്തിക്കൊണ്ട് അങ്ങനെ പോകാം. ബാങ്ക് കൊടുക്കുന്ന പോലെ ഓരോന്നും വിട്ട് അങ്ങനെ സാവകാശമാകണമെന്നില്ല, പരസ്പരം ചേർത്തിക്കൊണ്ട് പോകാം. വഹാദാ മുജ്മഉൻ അലൈഹി ലി അസരി ഉമറിൻ അസ്സാബിഖ്, നേരത്തെ പറഞ്ഞ ഉമർ ഖത്താബിൻ്റെ ആ അസറാണ് അതും തെളിവായി പറയാനുള്ളത്. ഇനി ഈ ബാബിലെ ഈ ഫസ്ലിലെ അവസാനത്തെ മസ്അല 1318 അൽ ഔലാ ലിൽ മുഅദ്ദിനി, മുഅദ്ദിന് ഏറ്റവും നല്ലത് അല്ലാ യൻശഗില അനിൽ അദാനി ബികലാമിൻ ഔ ഗൈരിഹി, ബാങ്കിനിടയിൽ സംസാരം കൊണ്ടോ മറ്റോ മശ്ഗൂലാവാതിരിക്കൽ നല്ലതാണ്. ബാങ്കുകൾക്കിടയിലും വാട്സപ്പ് നോക്കണ്, അല്ലെങ്കിൽ ഫോൺ നോക്കണ്, അങ്ങനെയൊക്കെയുള്ള വഴികൾ, അല്ലെങ്കിൽ ഒരാൾ വന്നാൽ വാതിൽ നിൽക്കാൻ പോണ്, അതുകൊണ്ട് ബാങ്ക് ബാത്തിലാവുക ചോദിച്ചാൽ ബാത്തിലാവുന്നില്ല. പക്ഷേ ബാങ്കിനിടയിൽ അങ്ങനെ മറ്റൊന്നിന് വ്യാപൃതമാവാതിരിക്കുക എന്നത് സുന്നത്ത് ഏറ്റവും നല്ല കാര്യമാണ്. കാരണം ബാങ്ക് കൃത്യമായി നിർവഹിക്കാൻ അതാണ് ഏറ്റവും നല്ലത്. എല്ലാ അതിനിടയിൽ സംസാരിച്ചാലോ ലം യബ്തുൽ, ബാങ്ക് ബാത്തിലാവുന്നില്ല. ബാങ്ക് കൊടുത്ത് ഇടയിൽ കൂടി ഒരു സംസാരം വന്നെന്ന് ചോദിച്ചു, അത് പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ ഒന്ന് തുപ്പാൻ പോയി, അതുകൊണ്ടൊന്നും ബാങ്ക് ബാത്തിലാവുകയില്ല. വഹാദാ ഖൗലുൽ ജുംഹൂർ, ഇതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ലിഅന്നഹു ലം യുൻഹ അൻഹു, ഹദീസിലെ ഇവിടെ അതിനെ വിലക്ക് പ്രത്യേകം
വന്നിട്ടില്ല. ഫലം യബ്തുൽ അദാൻ, ബാങ്ക് ബാത്തിലാവുകയില്ല. കൽ കലാമി വസ്തൽ ഖുത്ബത്തി, ഖുത്ബക്കിടയിൽ സംസാരിക്കുന്ന പോലെ തന്നെ. ഖതീബ് ഖുത്ബ നിർവഹിക്കുമ്പോൾ അതിനിടയിൽ സംസാരിച്ചൂടെ? സംസാരിക്കാം. നല്ലത് സംസാരിക്കാതിരിക്കലാണ്. ഒരു അത്യാവശ്യം വന്നാലോ ഖതീബിന് വേണ്ടി സംസാരിക്കാം. ഖുത്ബക്കിടയിൽ നബിയുടെ മാതൃകയുണ്ട്, സ്വഹാബിയുടെ മാതൃകയുണ്ട്. ഇപ്പം ഖതീബിൻ്റെ എന്തെങ്കിലും ഒരു ഇത് നിലത്തേക്ക് വീണു, അതൊന്നെടുക്ക് എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമുള്ള കാര്യമില്ല. അങ്ങനെയൊക്കെയല്ല. ഈ ഒരു ആളുകൾ കയറി വന്ന് അവിടെ നിൽക്കുകയാണ്, ഒന്ന് കയറിയിരിക്കി, ഒന്നവിടെ അടുപ്പിച്ചു, സൊഫ് അടുപ്പിച്ചു, ഒന്നവിടെ ഗ്യാപ്പ് ഫില്ലാക്കാൻ പറഞ്ഞു, അതൊന്നും പ്രശ്നമില്ല. ഇപ്പം ഖുത്ബക്കിടയിൽ സംസാരിക്കുന്നുവെങ്കിൽ എന്താണോ വിധി അതുപോലെ തന്നെയാണ് ബാങ്കിന് സംസാരിക്കുന്നത്. അപ്പോൾ ബാങ്ക് ബാത്തിലാവുകയില്ല. ഏറ്റവും നല്ലത് മറ്റൊന്നിൽ മശ്ഗൂലാവാതെ ബാങ്ക് തുടങ്ങിയ അവസാനം വരെ അതിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായി ആ ബാങ്ക് നിർവഹിക്കലാണ് മുഅദ്ദിന് ഏറ്റവും നല്ലത്. ഹാദാ വല്ലാഹു അഅലം. ഇനി 14-ാമത്തെ ഉപാധ്യായമാണ്. വിശ്വസ്തനായ ഒരു മുഅദ്ദിന്റെ ബാങ്കിനെ മാത്രം അവലംബിച്ചുകൊണ്ട് നിസ്കാരവും നോമ്പൊക്കെ ഒരാൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ? അത് വേറെ കാര്യം, അതിന് വേറെ വരും. ഇത് മുഅദ്ദിൻ സംസാരിക്കാമോ ഇല്ലേ എന്നതാണ്. ബാങ്ക് കേൾക്കുമ്പോൾ പാലിക്കുകയാണത്, അതിന് വേറെ വരുന്നുണ്ട്. അതേപോലെ പിന്നെ വരുന്നത് ബാങ്ക് വിളിക്കുമ്പോൾ അയാളുടെ സിഫത്ത് എന്താവണം? ഒന്നും ഉണ്ടാക്കണമോ, ഇരുന്ന് വാങ്ങി കൊടുക്കാൻ പറ്റുമോ, കിടന്ന് വാങ്ങി കൊടുക്കാൻ പറ്റുമോ, ഇതൊക്കെ ഇതിൽ വരും. നമ്മൾക്ക് നിന്നാണ് വാങ്ങി കൊടുക്കല്, നിന്നിട്ട് കൊടുത്തോളുന്നുണ്ടോ, കവിയൊക്കെ തിന്നിട്ട് ആവണമെന്നുണ്ടോ, ഏതായാലും വൈക്കല്ലേ ഏണ്ടിഞ്ഞാലും ഇപ്പം എന്താ കവിയൊക്കെ ഇതിലുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ, നല്ല വസ്ത്രം ധരിക്കേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് 15-ാമത്തെ ഉപാധ്യായത്തിലും വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ് സൗകര്യം പോലെ ഓരോന്നും പഠിക്കാം. അള്ളാഹു അവൻ്റെ ദീന് ശരിയാവണ്ണം പഠിക്കാനും ജീവിതത്തിൽ പാലിക്കാനുമുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.